വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തിന് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ തിരുവചനം പറയുന്നതും കർത്താവിനെ സാക്ഷിക്കുന്നതും എന്തിന് നമുക്കൊന്ന് ഒരുമിച്ച് വന്നിരുന്ന് യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന കൂട്ടായ്മ ആചരിക്കുന്നതും എല്ലാം കർത്താവ് തരുന്ന ദാനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ചെറിയ ഒരു ആശുപത്രി വാസം ഈ ദിവസങ്ങളിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്താണ് ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ്റെ ആയുസ് എത്ര പെട്ടെന്നാണ് സാഹചര്യങ്ങൾ മാറുന്നത്. കഴിഞ്ഞ ദിവസം അല്പം ശബ്ദത്തിനൊരു പ്രയാസം വന്നു. സാധാരണ ഒരു തൊണ്ടവേദന വന്നതാണ്. ഞാൻ ഓർത്തു, കർത്താവേ, ഈ നാവെടുത്ത് യേശുവിനെ വിളിക്കുന്നതും യേശുവിനെ പറ്റി സംസാരിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, എല്ലാം സ്വർഗം തരുന്നതായ ദാനമാണ്. ഈ ഭൂമിയിൽ നന്മ എന്നുള്ളത് മനുഷ്യനിലില്ല, എല്ലാം ഉയരത്തിൽ നിന്നുള്ള ദാനം എന്ന് അപ്പോസ്തലനായ യാക്കോബ് പറയും. പണ്ട് റോമർക്കെതിരെ 11-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം, ആമേൻ. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാം അവനിൽ നിന്നാണ്. എല്ലാ നന്മയുടെ ഉറവിടവും യേശുക്രിസ്തുവാണ്. നാം ഇതെല്ലാം ദാനമായി തരുന്നത് അനുഭവിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഓരോ നന്മയും, രോഗസൗഖ്യങ്ങളാകട്ടെ, പാപത്തിൽ നിന്നുള്ള വിടുതലുകളാകട്ടെ, നാം കണ്ണുനീരോടെ ചോദിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ കർത്താവ് തരുന്ന മറുപടികളാകട്ടെ, നമ്മുടെ മക്കളുടെ മേൽ പകരുന്ന ആത്മീയമോ ഭൗതികമായോ അനുഗ്രഹങ്ങളാകട്ടെ, കർത്താവേ, ഒന്നും എൻ്റേതല്ല, എല്ലാം നിൻ്റേതത്രേ. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം, ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവൻ എന്നേക്കും മഹത്വം, ആമേനെന്ന് ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ 24 മൂപ്പന്മാർ സ്വർഗത്തിലിരുന്നു കൊണ്ട് കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം മഹത്വത്തിന് യോഗ്യൻ ഒരുവൻ മാത്രം, മഹത്വത്തിന് യോഗ്യൻ അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രം, സകല മഹത്വം എടുക്കാൻ യോഗ്യൻ യേശുക്രിസ്തു മാത്രം. മഹത്വത്തിൻ്റെ രാജാവ് യേശു ഇതാ നമ്മുടെ അരികിലേക്ക് കടന്ന് വരുന്ന സമയമാണ്. നാം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടുന്ന സമയം. കർത്താവേ, ഇന്ന് ഈ സമയവും എൻ്റെ മേൽ ദൈവീക മഹത്വം വെളിപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് കർത്താവ് ഏതെല്ലാം വിധത്തിലാണ് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നാം ചില വിടുതലുകൾ അനുഭവിക്കുമ്പോൾ നാം പറയും, കർത്താവേ, നിൻ്റെ മഹത്വം ഇന്ന് വെളിപ്പെട്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നുവെന്ന്. അന്ന് ആ ലാസറിൻ്റെ കല്ലറവാതിക്കൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. അന്ന് അവിടെ കാണേണ്ടതായ മഹത്വം ലാസർ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഇന്നെനിക്ക് ഇന്ന മഹത്വം കാണണം, ഈ ദൈവ മഹത്വം ഇന്ന കാര്യത്തിൽ വെളിപ്പെടുത്തി തരണമെന്ന് നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ മേൽ മറുപടി പകരുന്ന ഒരു ദൈവമുണ്ട്. മഹത്വം ദൈവത്തിന് മാത്രം. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? വിശ്വാസികളുടെ പിതാവായ അബ്രഹാമായി മാറിയിട്ടില്ല. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാം എന്നേ പേരുണ്ടായിരുന്നുള്ളൂ, മാന്യനായ പിതാവ്. അബ്രഹാം എന്ന് പറഞ്ഞാൽ ബഹുജാതികൾക്ക് പിതാവ്. നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കും എന്ന് അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദത്തത്തിലേക്ക് അബ്രഹാം നടന്നു നീങ്ങുന്ന സമയം അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അബ്രഹാം വയസ്സ് ചെന്നവനായി, വൃദ്ധനായി, 99 വയസ്സായി.
പ്രത്യേകിച്ച് ഭൗതികമായി മുമ്പിലൊന്നും കാണുന്നില്ല. അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഭൂമിയിലെ പൊടിയായ മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ, ശരീരം ചുക്കിച്ചുളിഞ്ഞുവെങ്കിലും മനസ്സ് നിറയെ യൗവനമാണ്. അത് വിശ്വാസത്തിൻ്റെ യൗവനമാണ്, അത് ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെ യൗവനമാണ്, അത് ദൈവസ്നേഹത്തിൻ്റെ യൗവനമാണ്. അതൊരു അവകാശവാദമല്ല, ഒരു ഡിമാൻഡിങ് അല്ല. അത് ദൈവത്തോടുള്ള സ്നേഹത്തിന് ചോദിക്കുകയാണ്, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ദൈവത്തിന് സ്തോത്രം. അണ്ടകടാഹത്ത് മെനഞ്ഞ ജീവനുടെ ദൈവം അബ്രഹാമിന് ചോദ്യം ഇങ്ങനെ കാതുകുളിർക്കെ കേട്ടു. എൻ്റെ പ്രിയപ്പെട്ട മകൻ ചോദിക്കുന്നത് കേട്ടില്ലേ? കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരുമെന്ന്. മകനെ, ഞാൻ നിനക്ക് എന്താണ് തരേണ്ടത്? എന്താണ് ആ സാഹചര്യം നിങ്ങൾക്കറിയാമോ? 15-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അതിൻ്റെ ശേഷം. ഏതിൻ്റെ ശേഷം? അവിടെ അബ്രാം ദൈവത്തിൻ്റെ ഉള്ളമങ്ങ് പ്രസാദിപ്പിച്ച് നിൽക്കുകയാണ്. കാരണം ആ ദിവസങ്ങളിൽ, ആ കാലങ്ങളിൽ ദൈവം സന്തോഷിക്കുന്ന ചില സംഭവങ്ങളുണ്ടായി. എന്താണെന്നറിയാമോ? അന്ന് അബ്രഹാം ദൈവത്തെ പ്രതി എല്ലാം വിട്ട് ഇറങ്ങി പുറപ്പെട്ട മനുഷ്യനാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട്, അബ്രഹാമിന് വേണമെങ്കിൽ ബഹുസമ്പന്നനാകാൻ, ഈ ലോകത്തിലെ എല്ലാ സമ്പത്തും നേടുവാൻ, ഏറ്റവും ഫലഭൂയിഷ്ടമായ ഭൂമി നേടുവാനെല്ലാം നല്ല അവസരങ്ങളുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തും ഇവർ രണ്ടുപേരും ഒരുമിച്ച് വസിക്കുന്ന കാലം, നല്ല ആടുമാടുകൾ, ഇടയന്മാർ, വേലക്കാർ, സ്വത്തങ്ങനെ കുമിഞ്ഞുകൂടിയപ്പോൾ അവരെ വേലക്കാർ തമ്മിൽ വഴക്കുകൂടി. അബ്രഹാം പറഞ്ഞു, മകനെ, എന്തിന് നാം തമ്മിൽ വഴക്കുണ്ടാകുന്നത് പോരായ്മയാകുന്നു. ഒരു കാര്യം ചെയ്യൂ, എനിക്കെന്തിനാണ് ഈ സമ്പത്തെല്ലാം? നീ തിരഞ്ഞെടുത്തുകൊള്ളൂ. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. അല്ല, നീ വലത്തോട്ടാണ് പോകുന്നതിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. ഞാൻ വലത്തോട്ട് പോയാലും ഇടത്തോട്ട് പോയാലും എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പോകണം. എൻ്റെ നോട്ടം എപ്പോഴും മുകളിലേക്കാണ്, ഭൂമിയിലേക്കല്ല. പണ്ട് ഞാനൊരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, ലോത്ത് സീ ദ ഗ്രാസ്. ഈ ലോത്ത് കണ്ടത് ഭൂമിയിലെ പച്ചപ്പാണ്, പച്ച പുല്ലുകളാണ് കണ്ടത്. ഈ ഭൂമിയിലെ സൗകര്യങ്ങൾ മാത്രമേ ലോത്ത് കണ്ടുള്ളൂ. എന്നാൽ അബ്രഹാം കണ്ടത് ഈ ഭൂമിക്കെല്ലാം അപ്പുറത്ത് ഉയർന്നു നിൽക്കുന്ന ദൈവം തരുന്ന പ്രതിഫലം കണ്ടാണ് അബ്രഹാം ഇറങ്ങിയത്. അപ്പോൾ ലോത്തിനെന്ന ഭാര്യയുണ്ട്, 2 പെൺമക്കളുണ്ട്. ഭാര്യയും പെൺമക്കളും ചിലപ്പോൾ പറഞ്ഞു കൊടുത്തു കാണുമായിരിക്കും, ഭാവനയാണ്. നല്ല അവസരം വന്നിരിക്കുകയാണ്, ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തുകൊള്ളുക, നല്ല ഭൂമി തിരഞ്ഞെടുത്തുകൊള്ളുക. നമുക്ക് ഈ അബ്രഹാമിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം. എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ കുടുംബത്തിൽ ജീവിക്കുന്നത്, എന്തൊരു ബുദ്ധിമുട്ടാണ്. രാവിലെ എഴുന്നേൽക്കണം പ്രഭാത പ്രാർത്ഥനയ്ക്ക്, വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന, മാത്രമോ ചില ദിവസങ്ങളിൽ ഉപവാസങ്ങൾ. അപ്പോൾ പിള്ളേർ പറയും, ശരിയാണ്, ഇന്നത്തെ പറയട്ടെ, അയ്യോ, ഈ വല്യാപ്പന് ഒന്നിനും സമ്മതിക്കില്ല. യൂത്ത് ഫെസ്റ്റിവലിന് ഒരു പൊട്ട് തൊടാനോ, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനോ, ഒരു ടൂർ പോകാനോ ഒന്നും സമ്മതിക്കില്ല. എന്തൊരു കർക്കശം, എന്തൊരു കണിശക്കാരനാണ് ഈ വല്യാപ്പൻ. മടുത്തു, ഈ വീട്ടിലെ ജീവിതം മടുത്തു, എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഏത് വിധേനയാകട്ടെ, സാഹചര്യമാകട്ടെ, അബ്രഹാമിനെ വിട്ട് ലോത്ത് അങ്ങ് നീരോട്ടമുള്ള ഭൂമി തിരഞ്ഞെടുത്ത് പിന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ലോത്ത് യാത്രയായി കഴിഞ്ഞപ്പോൾ അബ്രഹാം തലപൊക്കി നോക്കി. പ്രിയപ്പെട്ടവരെ, ഇതാ ഇഷ്ടം പോലെ ഇനിയും കിടക്കുക. ആർക്ക് വേണ്ടി? ഇതെല്ലാം ആരനുഭവിക്കാൻ വേണ്ടി? എൻ്റെ കർത്താവേ, ഈ ഭൂമിയിൽ എനിക്കൊന്നുമില്ലെങ്കിലും യേശുവാണ്, ദൈവമാണ് എൻ്റെ സമ്പത്ത് എന്ന് അബ്രഹാമിൻ്റെ ഉള്ളിൽ അറിയാമായിരുന്നു. ആ സമയത്ത് അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ നിത്യനായ ദൈവം തൻ്റെ മഹിമയിൽ നിന്നുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞു. പുസ്തകം 13-ാം അധ്യായം 13-14 മുതൽ വായിക്കുമ്പോൾ, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്. ലോത്ത് വിട്ടുപിരിഞ്ഞ ശേഷം ചില കാര്യങ്ങളോടുമുള്ള യാത്ര പറച്ചിൽ നടന്നു കഴിയുമ്പോൾ, ചില കാര്യങ്ങൾ വിട്ടു കഴിയുമ്പോൾ, ജീവിതത്തിൽ വിടാത്തത് കൊണ്ടാണ് ചില സമയത്ത് നമുക്ക് ദൈവീകമായ സന്ദർശനം കിട്ടാത്തത്.
ദൈവികമായ ചില ഉത്തരങ്ങൾ കിട്ടാത്തത് ഇന്നും നമ്മുടെ ഹൃദയത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നതായ ചില ആസക്തികളുണ്ട്, ചെറിയ ചെറിയ ഊറിയ രസങ്ങളുണ്ട്. ഈ വചനത്തിൽ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മകനേ മകളെ എന്ന് പറഞ്ഞ് ഹേമിക്കുന്നുണ്ട് എങ്കിലും പിന്നെയാകട്ടെ എന്ന് വയ്ക്കുന്നത് കൊണ്ട് എന്ത് പറ്റുന്നു? കാലങ്ങൾ മുന്നോട്ട് പോകുന്നു, കർത്താവിന് പ്രവർത്തിക്കാൻ തടസ്സം വരുന്നു. അബ്രഹാമിന് രണ്ടാമതൊരു ചിന്തയില്ല. ലോത്ത് വിട്ടു പിരിഞ്ഞ ശേഷം അബ്രഹാമിന് അരുളപ്പാടുണ്ടായിരുന്നെന്നാൽ, നീ തലപൊക്കി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. ഈ ഭൂമിയിലെ പൊടിമണ്ണിനെ എണ്ണാൻ പറ്റുമോ മകനെ? എണ്ണാൻ പറ്റുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാൻ സാധിക്കും. എന്ത് ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ സന്തതി ഈ ഭൂമിയിലെ പൊടി പോലെയാകുമെന്നോ? ദൈവം ഒരു കാര്യം പറഞ്ഞു, അത് അപ്പാടെ വിശ്വസിക്കുന്ന നിഷ്കളങ്കമായ വിശ്വാസമുള്ള ഹൃദയം അബ്രഹാമിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ ദൈവവചനം കേൾക്കാൻ കടന്നു വന്നിരിക്കുമ്പോൾ ഒരു അമ്മയുടെ മാറിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ, അമ്മയുടെ കൈ ഇങ്ങനെ നീണ്ടുവരുന്ന നോക്കി നിഷ്കളങ്കതയോടെ കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ അമ്മ വാരി തരുന്നത് അതെന്താണെന്ന് 6 മാസമോ 1 വയസ്സോ 1.5 വയസ്സുള്ള കുഞ്ഞ് അറിയുന്നുണ്ടോ? എൻ്റെ അമ്മ തരുന്നതിൽ പ്രോട്ടീൻ എത്രയുണ്ട്, ഷുഗർ എത്രയുണ്ട്, വൈറ്റമിൻ ഡി എത്രയുണ്ട്, വൈറ്റമിൻ സി എത്രയുണ്ട് എന്ന് നോക്കിയിട്ടാണോ ആ കുഞ്ഞ് കഴിക്കുന്നത്? അല്ലല്ലോ. അമ്മ എന്ത് തരുന്നുവോ അത് അപ്പാടെ വിഴുങ്ങുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇത്രയും വർഷം ഞാൻ വേറെ പല കൂട്ടായ്മകളിൽ പോയി, വലിയ ധ്യാന ഗുരുക്കളുടെ അടുക്കൽ പോയി, പല ധ്യാനിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ പോയി. അവിടെയൊന്നും കിട്ടാത്തതായ ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഈ ഏതാനും ദൈവമക്കൾ കൂടിയിരിക്കുന്നതായ ഈ കൂട്ടായ്മയിൽ എനിക്ക് ലഭിക്കുമോ? നിങ്ങൾ അങ്ങനെയൊന്നും ചോദ്യം ചെയ്തും വിശകലനം ചെയ്തും നിരൂപണം ചെയ്തുമൊന്നും ഇരുന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടത്തിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെ ഒഴുകിപ്പോകും. എന്നാൽ അവിടെ ചില കൊച്ചു കുടങ്ങളുണ്ട്, അവരൊന്നിനെയും നോക്കുന്നില്ല. കർത്താവിനെ നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ ഇരിക്കുമ്പോൾ അവരിലേക്ക് അനുഗ്രഹം പകരുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതെല്ലാം പറയുമ്പോൾ 22-ാമത്തെ വയസ്സിൽ കർത്താവിനെ പിടിച്ച കാലങ്ങൾ ഞാനൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് എളിമയോടെ ഓർക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒന്നും ചിന്തിക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ. അതാണ് ദൈവസ്നേഹം ഒരാളെ കടന്നു പിടിച്ചാൽ. അന്ന് ഏലീശായുടെ മേലിൽ ഏലിയാവിൻ്റെ കയ്യിൽ നിന്ന് വീണ പുതപ്പ് വീണപ്പോൾ 12 ഏർക്കാളെയും വിട്ട് എല്ലാം വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഓടിയ ഒരു ഏലീശയെ നാം കാണുന്നുണ്ട്. പിന്നെ സ്വന്തമെന്നില്ല, ബന്ധമെന്നില്ല, സ്വത്തെന്നില്ല, ഭാവി എന്തെന്നില്ല, ഒരേ ഒരു കാര്യം മാത്രം, യേശു മാത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനന്ത കൃപയാണ്, ദൈവത്തിൻ്റെ അനന്ത സ്നേഹമാണ്, ദൈവം തരുന്നൊരു ദാനമാണ്. അപ്പോസ്തലൻ പറഞ്ഞു, എന്നെ കർത്താവ് വിളിച്ചപ്പോൾ ഞാൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല, ആരോടും ആലോചന ചോദിച്ചില്ല, ഞാനൊന്ന് പൊക്കോട്ടെ യേശുവിൻ്റെ പിന്നാലെ എന്ന്. അതല്ല ഒരിക്കൽ കർത്താവ് പറഞ്ഞത്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ 3 പേരെ കർത്താവ് വിളിച്ചു. കർത്താവ് പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നെ പിറകോട് തിരിഞ്ഞു നോക്കുന്നവൻ ആരും എനിക്ക് കൊള്ളാകുന്നവനല്ല. കലപ്പയ്ക്ക് കൈവച്ചു, കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങി. അയ്യോ, പള്ളിക്കാരെന്ത് പറയും? എന്ത് പള്ളിയെ നാം താഴ്ത്തി പറയുകയാണല്ല, ഞങ്ങൾ എല്ലാം പൗരോഹിത്യ സഭയിൽ നിൽക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്. പക്ഷേ യേശുവിൻ്റെ കാര്യം വരുമ്പോൾ അതൊരു വ്യത്യസ്തമായൊരു കാര്യമാണ്. അതൊരു സഭയ്ക്കോ ഒരു മതത്തിനോ കക്ഷിക്കോ ചില ആചാരങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഞായറാഴ്ച ക്രിസ്ത്യാനികളല്ല, അവരെ ദിവസത്തിൻ്റെ 24 മണിക്കൂറും ക്രിസ്തുവിനോട് കൂടിയാണ്. ആ യേശുവിൻ്റെ കൂടെയുള്ള യാത്രയിൽ പള്ളിക്കാരെന്ത് പറയും, അല്ല വീട്ടുകാരെന്ത് പറയും, സമൂഹത്തിൻ്റെ സ്ഥാനം എന്തായിരിക്കും, ഇതൊന്നും പിന്നെ തിരിഞ്ഞു പോലും നോക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബ്രഹാം അങ്ങനെ തിരിഞ്ഞു നോക്കിയില്ല. ദൈവത്തിന് സ്തോത്രം. ലോത്തിനെ വിട്ട് പിരിഞ്ഞപ്പോൾ അബ്രഹാമിന് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടി, വാഗ്ദത്തങ്ങൾ കിട്ടി. വീണ്ടും ലോത്തങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ലോത്തിന് വലിയ യുദ്ധം നേരിട്ടു. അതൊന്നും വിശദീകരിക്കുന്നില്ല. ലോത്തിനെയും ലോത്തിൻ്റെ ആളുകളെയും ചില രാജാക്കന്മാർ പിടിച്ചു വച്ചു. ഈ കാര്യം അബ്രഹാം കേട്ടപ്പോൾ തൻ്റെ വീട്ടിലുള്ള അഭ്യാസികളായ ആളുകളെയും കൂട്ടിക്കൊണ്ട് അബ്രഹാം ചെന്നു. ലോത്തിനെയും കൂട്ടരെയെല്ലാം വിടുവിച്ചു.
ആ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ, അന്ന് യുദ്ധമെല്ലാം ജയിച്ചു. അത് കഴിഞ്ഞപ്പോൾ സോദോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു, നിനക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, സമ്പത്തുണ്ട്, ആടുമാടുകളുണ്ട്, എന്ത് വേണമെങ്കിലും അബ്രാമേ നിനക്ക് എടുക്കാം. പ്രിയപ്പെട്ടവരെ, അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞെന്തെന്നാൽ, ഉൽപ്പത്തി 14:22 മുതൽ, അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയത് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. എനിക്ക് എൻ്റെ ബാല്യക്കാരെ മാത്രം തിരിച്ചു തന്നാൽ മതി. ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് പറയാതിരിപ്പാൻ ഒരു ചെരുപ്പാകട്ടെ, ഒരു ചെരുപ്പിൻ്റെ വാറാകട്ടെ, ഒരു ചരടാകട്ടെ ഒന്നും ഞാൻ എടുക്കുകയില്ല. നീ പിൽക്കാലത്ത് പറയാൻ ഇടവരും, ഞാൻ അബ്രാമിന് സമ്പത്ത് കൊടുത്തു എന്ന്. വേണ്ട വേണ്ട, എൻ്റെ മേൽ ഈ ഭൂമിയിൽ ഒരു രാജാവിൻ്റെ ഒരു പേരും എനിക്ക് വേണ്ട. ഭൂമിയിലെ മനുഷ്യൻ എന്നെ സമ്പന്നനാക്കണ്ട. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ സമ്പത്തെല്ലാം സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. സാധു കൊച്ചുകുഞ്ഞുപദേശി പാടിയല്ലോ, ആഹാരത്തിന് വകയില്ല, അഷ്ടിക്ക് വകയില്ല, മക്കൾ വിശന്ന് പൊരിഞ്ഞ് അടുക്കളയിൽ കിടന്ന് അല്പം കഞ്ഞിക്ക് വേണ്ടി കരയുമ്പോൾ ആരും സഹായിപ്പാനില്ല. അപ്പോൾ സാധു കൊച്ചു കുഞ്ഞുപദേശിയുടെ വരികളിൽ നിന്ന് എഴുതി, എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ യേശു മാത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. സോദോം രാജാവ് വെച്ച് നീട്ടുന്ന പൊന്നും വെള്ളിയും എനിക്ക് വേണ്ട, പൈസ എനിക്ക് വേണ്ട, ഈ ഭൂമിയിൽ ഒന്നും എനിക്ക് വേണ്ട. കർത്താവേ, എൻ്റെ സമ്പത്ത് സ്വർഗത്തിൽ നീയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം അവിടെ അബ്രഹാം സാക്ഷ്യത്തോടെ നിന്നു. ഭൂമിയിലെ കാര്യം വന്നു, അവിടെ അബ്രഹാം സാക്ഷ്യത്തോടെ നിന്നു. വേറൊരു രാജാവിൻ്റെ അടുക്കൽ ചെന്നു, അവിടെയും അബ്രഹാം സാക്ഷ്യത്തോടെ നിന്നു. അതിനു മുമ്പ് അബ്രഹാമിൻ്റെ വീഴ്ച വന്നിരുന്നു. പക്ഷേ വീഴ്ചയിൽ നിന്ന് കരയേറി അബ്രഹാം കരുത്തോടെ ശക്തിയോടെ സാക്ഷ്യത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളം സന്തോഷിച്ചു. അപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, അതിൻ്റെ ശേഷം ഇതെല്ലാം ആയപ്പോൾ ദൈവം ചോദിച്ചു, മകനെ, നിനക്ക് എന്താണ് വേണ്ടത്? എന്താണ്? അബ്രഹാമേ, ഞാൻ നിന്റെ മഹത്തായ പരിചയം, ഞാൻ നിന്റെ പ്രതിഫലവുമല്ലോ. കർത്താവേ, സത്യമാണ്, നീയാണ് എൻ്റെ പ്രതിഫലം, നീയാണ് എൻ്റെ പരിച, നീയാണ് എൻ്റെ കോട്ട, നീയാണ് എൻ്റെ പാറ, നീയാണ് എൻ്റെ ആശ്രയം, നീയാണ് എൻ്റെ ശരണം, നീയാണ് എൻ്റെ ശൈലം. സങ്കീർത്തനം 18:1 മുതൽ ദാവീദ് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇതെല്ലാം നാം കൂടെ പറയണം. കർത്താവേ, നീയാണ് എൻ്റെ എല്ലാം. എന്നാലും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ ഈ ചാർച്ചക്കാരനായ ഈ എലിയാസാറാണല്ലോ എൻ്റെ അവകാശി. ദൈവത്തിന് സ്തോത്രമോ. കർത്താവേ, ഒരു കാലത്ത് എനിക്ക് ചാർച്ചക്കാരുണ്ടായിരുന്നു. അങ്ങ് മെസപ്പൊട്ടോമിയൻ സമതലത്തിൽ ഞാൻ അവിടെ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി. എനിക്ക് എൻ്റെ അപ്പനുണ്ടായിരുന്നു, അപ്പന് 3 സഹോദരങ്ങളുണ്ടായിരുന്നു, അവർക്ക് ഭാര്യമാരുണ്ടായിരുന്നു. ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മെപ്പോലെ സാധാരണ മനുഷ്യർ നമ്മെപ്പോലെ ഇങ്ങ് പരന്നു കിടക്കുന്ന ബന്ധുമിത്രാദികളെല്ലാം ഉണ്ടല്ലോ. എന്നാൽ അതിൻ്റെ ഇടയിൽ നിന്നെല്ലാം നീ എന്നോട് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ മുന്നും പിന്നും നോക്കാതെ, ഈ ഭൂമിയിലേക്ക് നോക്കാതെ, കർത്താവേ, ഞാനന്ന് ഇറങ്ങി പുറപ്പെട്ടവനല്ലേ. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിനായി കാത്തിരുന്നും കൊണ്ട് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഞാനിങ്ങനെ മാറി മാറി നടക്കുകയല്ലേ. കർത്താവേ, നീ എനിക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞു. അതെന്ന് കിട്ടുമെന്ന് ഞാൻ ചോദിച്ചില്ല. ഈ ഭൂമിയിലെ പൊടി പോലെ നീ എനിക്ക് സന്തതിയെ തരുമെന്ന് നീ പറഞ്ഞു. അത് എങ്ങനെയെന്ന് ഞാൻ ചോദിച്ചില്ല. കർത്താവേ, എന്നിട്ടും ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടാരത്തിൽ ഞാനുണ്ട്, 90 വയസ്സായ ഭാര്യയുണ്ട്, സാറായുണ്ട്. അല്ല കർത്താവേ, എൻ്റെ ചാർച്ചക്കാരൻ എലിയാസാറുണ്ട്, വേറെ ആരുമില്ല. ഇവൻ എൻ്റെ അവകാശിയായി തീരുമോ? കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ കൂടാരത്തിൻ്റെ പുറത്തേക്ക് ഒന്ന് വന്നേ. ദൈവത്തിന് സ്തോത്രം. നീ ആകാശത്തിലേക്കൊന്ന് നോക്കിക്കേ. ആ നിലാവുള്ള രാത്രി അബ്രഹാം പയ്യെ ആകാശത്തിലേക്ക് നോക്കി. അങ്ങ് ദൂരെ നീലവാനത്തിന് ഗോളത്തിനപ്പുറത്ത് ആകാശത്തിൻ്റെ വിരവിൽ, ആകാശത്തിൻ്റെ പരപ്പിൽ മിന്നി നിൽക്കുന്നതായ, കണ്ണ് ചിമ്മി തുറക്കുന്നതായ നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളെ കണ്ടപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മകനെ, ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ സാധിക്കുമോ? നിന്റെ സന്തതി
ഇവണ്ണമാകും. വീണ്ടും ദൈവം പറയുകയാണ്, ഒന്നും മനസ്സിലാകുന്നില്ല, ഭൂമിയിലെ പൊടി പോലെയാകുമെന്ന് പറയുന്നു. അല്ല, ഇപ്പോൾ പറയുകയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകുമെന്ന്. സ്തോത്രം. എന്ത് ചെയ്തു? അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. കർത്താവേ, ആ ഭൂമിയിലെ പൊടി, ആകാശത്തെ നക്ഷത്രം എന്നെല്ലാം നീ പറയുന്നു, എനിക്കെല്ലാം പൂർണ്ണ വിശ്വാസമാണ്, അതവന് നീതിയായി കണക്കിട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നീതി, വിശ്വാസത്താൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ നീതി, ആ നീതി അബ്രഹാമിൻ്റെ മേലേക്ക് വരികയായിരുന്നു. അതാണ് സുവിശേഷം. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അബ്രഹാമിനോട് ദൈവം സുവിശേഷം അറിയിച്ചു എന്ന്. വിശ്വാസത്താലുള്ള നീതീകരണം എന്തെന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വെളിപ്പെട്ട് വരികയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ അബ്രഹാമിനെ വിട്ടുപോയ ലോത്തിന് എന്ത് സംഭവിച്ചു? ഭൂമിയിലെ അനേകം സ്വത്തുക്കളും ദേശങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച ലോത്ത് ഇപ്പോൾ തിരിഞ്ഞു നോക്കി കാണുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി, ഇതാ തീയും ഗന്ധകവും വമിച്ച് ആ ദേശമെല്ലാം കത്തിച്ചാമ്പലാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിട്ട് ലോകസുഖത്തെയും സമ്പത്തിനെയും തേടിപ്പോകുന്ന മനുഷ്യൻ്റെ മേൽ വരുന്ന ദൈവിക ന്യായവിധിയാണ്. ഒന്നും അനുഭവിക്കാൻ സാധിക്കില്ല. ദൈവ വിഷയമായി സമ്പന്നനായിക്കൊള്ളണം. അബ്രഹാമിൽ നിൽക്കുന്ന ദൈവം നിക്ഷേപിച്ച സമ്പത്തിനെ കാണാതെ ലോത്ത് ഭൂമിയിലേക്ക് നോക്കി ഇറങ്ങിപ്പോയി. അതേ ഭൂമിയിൽ തീ വന്നിറങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു മനുഷ്യന് ധാരാളം ഭൂമി ഉണ്ടായി. ആ പ്രാവശ്യം വിളവ് നല്ലതുപോലെ വർദ്ധിച്ചു. അവൻ എൻ്റെ വിളവ് എവിടെ കൂട്ടിവെക്കും? ഞാൻ വീണ്ടും പാഠ്യശാലകൾ പൊളിച്ചു പണിയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. അനവധി വസ്തുവകൾ ഏറിയ ആണ്ടുകൾക്ക് ഞാൻ സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. എന്നാൽ അന്ന് രാത്രി അവന് ശബ്ദം കേട്ടു, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്ന കാര്യം ഇങ്ങനെയാകും. ദൈവവിഷയമായി നീ സമ്പന്നനല്ലേ? നീ ഒരുക്കി വെച്ചതൊന്നും അനുഭവിക്കാൻ നിനക്ക് സാധിക്കില്ല, നിന്റെ സന്തതി പരമ്പരയ്ക്ക് സാധിക്കില്ല. ദൈവ വിഷയമായി സമ്പന്നനായിക്കൊള്ളണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരുമെന്ന്? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഈ ഭൂമിയിലെ മനുഷ്യൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ എനിക്ക് എന്ത് തരുമെന്ന്? ദൈവത്തിന് സ്തോത്രം. എന്താണ് മകനെ നിനക്ക് വേണ്ടത്? എന്താണ് മകളെ നിനക്ക് വേണ്ടത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ റോമർക്കെഴുതിയ ലേഖനം 8:32, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ, ദൈവത്തിന് സ്തോത്രം, നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ സ്വന്തം പുത്രനെ നോക്കിയില്ല. ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, കർത്താവേ, നീ എനിക്കെന്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ നിത്യനായ ദൈവത്തിന് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി, മനുഷ്യൻ്റെ അനുഗ്രഹത്തിനായി തരുവാൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. മോദമെഴും തിരുമാർവിൽ ഉല്ലാസത്തോടിരിക്കുന്ന തൻ്റെ ഏകജാതൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല, അവനെ ആദരിച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നിങ്ങൾക്ക് കാണാതെ അറിയാമല്ലോ. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അഥവാ എന്നെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, തൻ്റെ പുത്രനെ തരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ തൻ്റെ പുത്രനെ ആദരിക്കാതെ അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചുവെങ്കിൽ അവനെ തന്ന ദൈവം അവനോടുകൂടെ നമുക്ക് സകലതും നൽകാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചന ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമ്മുടെ തലകൾ ദൈവസന്നിധിയിൽ വണക്കാം. യേശുവിനോട് ആരെല്ലാം ചോദിക്കുന്നുണ്ട്, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ പാപങ്ങൾക്കൊരു പരിഹാരം കിട്ടുമോ?
എൻ്റെ രോഗത്തിനൊരു ശാന്തി വരുമോ? എൻ്റെ യേശുവേ, എൻ്റെ ഈ മുറുകെ പറ്റുന്ന പാപത്തിന്മേൽ എനിക്ക് ജയം കിട്ടുമോ? എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഈ ബന്ധനങ്ങളിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടുമോ? എൻ്റെ ഗർഭപാത്രം തുറക്കുമോ? എൻ്റെ കടം തീരുമോ? പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നീ ലോകത്തിലെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിത്യനായ ദൈവം യേശുവിനെ തന്നെ തരുവാൻ നിനക്ക് പ്രസാദിച്ചത് നീ എന്തുകൊണ്ടാണ് അറിയാതെ പോകുന്നത്? സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നിനക്ക് നൽകാതിരിക്കുമോ എന്നുള്ള ചോദ്യം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി യേശുവിനെ തന്നവൻ, എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു, അവൻ്റെ കൂടെ സകല അനുഗ്രഹം എനിക്കുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഭൂമിയിലെ പൊടി പോലെയല്ല, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയല്ല, നീ സ്വർഗം തുറന്നാൽ എൻ്റെ മേൽ അനുഗ്രഹം പകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കിട്ടാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം വിശ്വാസി എന്ന പദവിയാണ്. വിശ്വാസത്താലുള്ള നീതീകരണമാണ്, പാപത്തിന്മേൽ മോചനമാണ്. കർത്താവേ, നിന്നെ ഉള്ളു തുറന്ന് നിഷ്കളങ്കമായി വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിലൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് പകരുന്ന കുരിശിലെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കുക എന്നുള്ളതാണ്. ഭൂമിയിൽ സമ്പന്നനായില്ലെങ്കിലും ദൈവ വിഷയമായി ഇന്ന് ഇപ്പോൾ എന്നെ സമ്പന്നനാക്കണമേ. സ്വർഗഭണ്ഡാരം തുറക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗം തുറന്ന് യേശു എന്ന നിക്ഷേപം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ പകരുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ആ നിക്ഷേപം യേശുവിൻ്റെ ചങ്കിലോട് ഒഴുകിയ തിരുരക്തമാണ്. ഹല്ലേലൂയ. ആ രക്തം വന്ന് കഴുകട്ടെ. യേശുവിൻ്റെ കാര്യം നിങ്ങൾ തലമേൽ വരട്ടെ. നിങ്ങളുടെ വിഷയങ്ങളിൽ മേൽ കർത്താവ് പരിഹാരം തരട്ടെ. നിങ്ങളെ നിത്യജീവൻ അവകാശിയാക്കി തീർക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ അറിവില്ലായ്മയിൽ ഞങ്ങൾ ചോദിച്ചു പോയല്ലോ കർത്താവേ, ഞങ്ങൾക്ക് എന്ത് തരുമെന്നാൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ക്രൂസിലെ സ്നേഹം ഞങ്ങൾക്ക് മുഴുവനായി തന്ന നിത്യസ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ, ഈ സ്നേഹം അനേകരിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഞങ്ങൾ നിർത്തണമേ. ഇനി ഞങ്ങൾ കൂടിക്കാണവർ ഈ കൃപയിൽ പരിപാലിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ.